അവൻ കൂടിയ പെണ്ണ് വല്ലാതെ കുട്ടിനെ പീഡിപ്പിക്കായിരുന്നു. അവൻ പോയി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടിനെ പബ്ലിക്കായിട്ട് പറഞ്ഞു കുട്ടിനെ വല്ലാതെ മനസ്സ് പീഡിപ്പിക്കായിരുന്നു. 2 വർഷമായിട്ട് ഞങ്ങൾ പിടിച്ചു വെച്ച 1 വർഷം ഞങ്ങളുടെ തരുന്ന കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് 3 മാസം മുന്നാണ് വാടകയ്ക്ക് വിട്ടത്. എന്നിട്ടും ശരിയല്ല. ഈ കുട്ടീൻ്റെ മുതൽ കംപ്ലീറ്റ് എടുക്കുകയും ചെയ്തു. പിന്നെ കൊടുത്ത മുതലൊന്നുമില്ല, ഒക്കെ കൊടുത്തു, ഒക്കെ എടുത്താൽ ഒന്നുമില്ല. എന്നിട്ട് കുട്ടീനെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള കുട്ടി ഇവിടെ വന്ന് പോയിട്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുന്നുള്ളത് നമ്മൾ ഒന്നും വിചാരിച്ചില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ. വഴിവിട്ട ബന്ധങ്ങളും പ്രണയബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും പലപ്പോഴും പലരുടെയും ജീവിതം നശിപ്പിക്കുകയാണ്. അതുപോലെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോടുള്ള റൻസിയ എന്നു പേരുള്ള ഈ യുവതിയുടെ അനുഭവം. 4.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ 2.5 വർഷങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേക്ക് തന്നെ ഭർത്താവുമായിട്ട് ഷെഫീഖുമായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പ്രധാനമായുള്ള പ്രശ്നം ഭർത്താവിന് മറ്റൊരു യുവതിയുമായുള്ള ഒരു പ്രണയബന്ധമോ മറ്റൊരു സുഹൃത്ത് ബന്ധമോ എന്തൊക്കെയോ ആണ്. പലതവണ അതിനെ ചൊല്ലി ഭർത്താവിനോട് കലഹിച്ചു. ആ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായി. കുറക്കാലം സ്വന്തം വീട്ടിൽ വന്നു നിന്നു. അങ്ങനെ പോലീസിൽ കേസ് കൊടുത്തു. പരാതികൾക്ക് പരിഹാരമായിട്ട് ചർച്ചകൾ നടന്നു. ഇനി ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് റൻസിയ വീണ്ടും ഷെഫീഖ് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു വാടക വീട്ടിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഭർത്താവുമായിട്ട് ഒന്നിച്ച് പുറത്തു പോയി വന്ന ശേഷമാണ് ഈ റൻസിയ ജീവനൊടുക്കിയത്. ചെറിയൊരു കുട്ടി ഇവർക്കുണ്ട്. ഇവരുടെ മാതാപിതാക്കൾ പറയുന്നത് ഇത് ജീവനൊടുക്കിയതല്ല, ചില ദുരൂഹതകളുണ്ട്. സങ്കടത്തോടെയാണ് ആ കുടുംബം സംസാരിക്കുന്നത്. 2 വർഷമായിട്ട് പ്രശ്നം തന്നെയാണ്. അവനൊരു വീരത്തിൽ കുടുങ്ങിയിട്ട് അവൻ കൂടിയ പെണ്ണ് വല്ലാതെ കുട്ടിനെ പീഡിപ്പിക്കായിരുന്നു. അവൻ പോയി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടിനെ പബ്ലിക്കായിട്ട് പറഞ്ഞു കുട്ടിനെ വല്ലാതെ മനസ്സ് പീഡിപ്പിക്കായിരുന്നു. 2 വർഷമായിട്ട് ഞങ്ങൾ പിടിച്ചു വെച്ച 1 വർഷം ഞങ്ങളുടെ തരുന്ന കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് 3 മാസം മുന്നാണ് വാടകയ്ക്ക് വിട്ടയച്ചത്. അത് കഴിഞ്ഞിട്ടും അവൻ അവളുടെ അടുത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് മാനസികമായി പീഡിപ്പിക്കുന്നു. കുട്ടിന്റെ കയ്യിൽ നിന്നുള്ള 10 പവന്റെ സ്വർണവും കവർന്ന് അവൾക്ക് കൊടുത്തിരിക്കുന്നു. അവന്റെ ഉമ്മയും അളാമ്മയൊക്കെ കൂടിയിട്ട് അവർക്ക് സപ്പോർട്ടാണെന്നാണ് കുട്ടി ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു കുറെ സമാധാനമാക്കിയിട്ട് പിന്നെ 2ാം പ്രാവശ്യം പിന്നെ പോയതാണ്. ഇവന് നിരന്തരം ഈ കുട്ടീനെ പീഡിപ്പിക്കലാണ്. നിരന്തരം പീഡിപ്പിക്കലാണ്. പള്ളിക്കാരായിട്ട് കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ പറഞ്ഞിട്ട് അത് അങ്ങനെ ഉണ്ടാക്കി നടന്നു. എന്നിട്ടും ശരിയല്ല. ഈ കുട്ടീൻ്റെ മുതൽ കംപ്ലീറ്റ് എടുക്കുകയും ചെയ്തു. പിന്നെ കൊടുത്ത മുതലൊന്നുമില്ല, ഒക്കെ കൊടുത്തു, ഒക്കെ എടുത്താൽ ഒന്നുമില്ല. എന്നിട്ട് കുട്ടീനെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള കുട്ടി ഇവിടെ വന്ന് പോയിട്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുന്നുള്ളത് നമ്മൾ ഒന്നും വിചാരിച്ചില്ല, ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ സംശയങ്ങളുണ്ട്. അത് എന്താ ചെയ്തിറക്കണമെന്നുള്ളത്, അവർ എന്താ ചെയ്തിറക്കണത് ഈ കുട്ടീനെ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതെന്തായാലും കേസെടുത്തിട്ട് അതിൻ്റെ നിയമ നടപടി പോലെ ഞങ്ങൾക്ക് അത് ക്ലിയറാക്കി തരാം. ഇവരുടെ 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ പോലും ആ ഒരു സുഹൃത്തിനാണ് ഇവൻ കൊടുത്തത്, ഭർത്താവ് കൊടുത്തത് എന്നുള്ളതാണ് റൻസിയുടെ ഏറ്റവും വലിയ സങ്കടം. അവളെ വിളിച്ചിട്ട് പോലും പറഞ്ഞത്രേ, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിത്തരാം, എന്നാലും എന്നെ ഒന്ന് വെറുതെ വിടൂ. അത്തരമൊരു അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ എത്തേണ്ടുന്നൊരു സാഹചര്യം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞൊരു കുഞ്ഞിനെ കരുതിയിട്ടാണ് ഞാൻ ജീവിതം അല്ലെങ്കിൽ അവസാനിപ്പിക്കാത്തത് എന്നൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച പെൺകുട്ടിയായിരുന്നു റൻസിയ. പക്ഷേ റൻസിയയുടെ ജീവിതം കഴിഞ്ഞ ബുധനാഴ്ച ഒരു ഉച്ച സമയത്ത് ആ റൂമിൻ്റെ ഉള്ളിൽ അവസാനിപ്പിച്ചു. ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ഒരു പെണ്ണും ഒരു ചങ്ങായും ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ലൈവായിട്ട വീഡിയോ ആണ്. പെണ്ണുമാണ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടും വളരെ എന്താ പറയുക ഇമോഷണലി ആയിട്ടൊക്കെ സംസാരിക്കണം. അപ്പോൾ അതിലവർ പറയുന്നത് ഈ ഒരു സ്ത്രീയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ്. അതിനായിട്ട് ഒളിച്ചുകൂടാൻ 2 മക്കൾ അവർക്കുണ്ട്. ഗുരുവായൂരാണ് അവരുടെ വീട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ അവരിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല, ഇതിൻ്റെ ചേട്ടനാണ്, അതായത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്, അയാളായിട്ട് ഒളിച്ചോടി പോവാണ്. ആ ഒളിച്ചോടി പോകുമ്പോൾ ഞങ്ങൾ ആരും അന്വേഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ പക്ഷെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടെ ഒന്ന് കാണാം. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്ക്. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി മിണ്ടാണ്ട് വെക്കുകയായിരുന്നു. എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടൻ വരുന്നത്. അതിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്.
വീട്ടുകാരെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അതായത് ഇന്ന് ഏട്ടൻ പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥതയോടെ സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥതയെ സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഇപ്പം ഈ വീഡിയോക്ക് ഒരു ട്വിസ്റ്റ്, ഒരു ക്ലൈമാക്സ് വേറെ ഉണ്ട്. അങ്ങനെ ഇവർ ഇനി കുട്ടീനെ എടുക്കാൻ വേണ്ടി വരുന്നൊക്കെ പറഞ്ഞിരുന്നേ. കയ്യിലുള്ള കാശും മറ്റും കഴിഞ്ഞപ്പോൾ ഇയാൾ ഉപേക്ഷിച്ച് പോയി, ഇയാൾ ഒഴിവാക്കിയിട്ട് പോയി. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഈ ചങ്ങായി ഉണ്ടല്ലോ, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ചുംബിച്ച ആ ഒരു റൊമാൻറ്റിക് ഹീറോ, അവൻ ഒഴിവാക്കിയിട്ട് പോയി. ഇപ്പോൾ ഉള്ള പുതിയൊരു വോയിസ് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആ വോയിസിൽ പറഞ്ഞറിയോ? ഇനി എനിക്ക് വീട്ടിലേക്ക് പോകാൻ മാർഗ്ഗമില്ല, എന്നെപ്പം ഇനി വീട്ടുകാർ കയറ്റില്ലല്ലോ, വീട്ടുകാർ പറഞ്ഞുകൊണ്ട് വരണ്ട, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മകളില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ ഒഴിവാക്കി. ഇനി ഇവള് പറയാണ് ഞാൻ മുസ്ലിം ആവാൻ പോവാണ്, മുസ്ലിമായിട്ട് മതം മാറി. മുസ്ലിങ്ങളാകുമ്പോൾ പിന്നെ ഭയങ്കര കാരുണ്യവും സ്നേഹമൊക്കെയുള്ള ആളുകളാണല്ലോ, എവിടെയെങ്കിലും വലിയ എത്തിയങ്കാനയിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടാം. അപ്പോൾ ഇതൊരു നാട്ടിൽ നടക്കുന്ന സ്ഥിരം ഒരു കാഴ്ചയാണ്. പലപ്പോഴും പല പെൺകുട്ടികളുടെയും പരാതിയാണ് ഇങ്ങനെ ഈ വിളിച്ചിട്ട് പറയാം അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഞങ്ങൾ അങ്ങനെ കാണുന്നു ഇങ്ങനെ കാണുന്നു. പല സ്ത്രീകളും പറയാം. എനിക്ക് WCCയുടെ ഒരാൾ പറഞ്ഞൊരു അനുഭവമാണ്. അതായത് 2 പെൺകുട്ടികളുള്ള, അതായത് 2 കുട്ടികളുള്ള ഒരു ലേഡി. ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലാണ്. ഒരു സുഹൃത്തിൽ നിന്ന് എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് ഈ സ്ത്രീ ഗർഭിണിയായി. ഭർത്താവിൽ നിന്നല്ല, ഗർഭിണിയായ വിവരം ഈ സ്ത്രീ മറച്ചു വെച്ചു. അങ്ങനെ വലിയ ലൂസുള്ള പർദ്ദയൊക്കെ ഇടിയിച്ചിട്ട് ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഒരു സംവിധാനമുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് കുട്ടീനെ വേണ്ടാന്ന് ലേബർ റൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടുത്തെ ഇൻചാർജുള്ള ഡോക്ടർ കലക്ടറെ ഇവരെ അറിയിക്കുകയും കലക്ടർ വന്നിട്ട് കലക്ടറുടെ അറിയിപ്പുകൾ ഉപേക്ഷിക്കാതെ കളയാതെ കൊല്ലാതിരിക്കാൻ വേണ്ടി അവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയുണ്ട്. അപ്പോൾ ലേബർ റൂമിൽ പറഞ്ഞാൽ മതി. ഇതറിയാവുന്ന ഈ പെണ്ണ് ഡോക്ടറോട് വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ചെക്കപ്പിന്, അവസാന സമയത്ത് ചെക്കപ്പിന് മാത്രമാണ് ഈ സ്ത്രീ ഈ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത് സ്വന്തം ഉമ്മാൻ്റെ കൂടെയാണ്, സ്വന്തം ഉമ്മാടെ കൂടെയാണ് ഈ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. ഉമ്മാട് പറഞ്ഞിരിക്കുന്ന ഒരു മുഴ ഉണ്ട്, ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് വരിക. സത്യത്തിൽ ഈ സ്ത്രീക്ക് എന്താണ്, ഒരു സുഹൃത്തിൽ നിന്ന് ഗർഭം ഉണ്ടായതാണ്. ഭർത്താവ് വരുന്നതിന് മുമ്പ് ഇത് ഒഴിവാക്കണം. അങ്ങനെ ഇവർ പ്രസവിച്ചിട്ട് ഡോക്ടറോട് ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു ഈ കുട്ടീനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടീനെ ഹോമിലേക്ക് ഏറ്റെടുക്കുകയാണ്. എത്ര ജന്മം നൽകി സ്വന്തം ഒരു ആൺകുഞ്ഞ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഉമ്മ പോലും ഇതറിയില്ല. ആ കുഞ്ഞിനെ അവർ ഏറ്റെടുത്തു. ഇനി യാതൊരു 60 ദിവസത്തിനകം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ കുട്ടീനെ തിരിച്ചു കൊടുക്കാനുള്ള നിയമപരമായ അവകാശമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞ് ഇവരുടെ കുഞ്ഞായിട്ട് മാറും. പിന്നെ അത് അഡോപ്റ്റ് ചെയ്യുക, വല്ല ദത്തെടുക്കൽ കേന്ദ്രങ്ങളിലേക്ക് പോയി പിന്നെ ആ കുഞ്ഞിനെ ഒരിക്കലും അവർക്ക് കിട്ടാൻ പോണില്ല. ഇത് യാതൊരു വിധത്തിലും ഇത്തരത്തിൽ സുഹൃത്ത് ബന്ധം ഉണ്ടാക്കി ഗർഭിണിയായി ആ ഗർഭമുള്ള കുട്ടീനെ നമ്മുടെ കൗമിൽപ്പെട്ട ഒരാളുടെ അവസ്ഥയെ ഞാൻ പറയണത്. ഒരു തരത്തിലും ഒരു മനസാക്ഷിക്കുത്തില്ലാതെ പ്രസവിച്ച് ആ കുട്ടീനെ ഒഴിവാക്കാൻ കാണിക്കുന്നത് തൻ്റെ ഉണ്ടല്ലോ, പാവം ആ ഭർത്താവ് ആ ഭാര്യനെ വിശ്വസിച്ച് കഴിയുണ്ടാവില്ലേ. ഇത് ഞാൻ ഹക്കായൊരു കാര്യം പറയണേ. ഞാനിത് കേട്ടപ്പോൾ ഭയങ്കര ശ്രദ്ധ. ഇപ്പോൾ പറയാനാണെങ്കിൽ ഇതുപോലത്തെ 100 സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകും. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് നമ്മുടെ പാർട്ട്ണർക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ എന്താ ചെയ്യുക, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. പലപ്പോഴും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആണിനായാലും പെണ്ണിനാ അറിയില്ല. ഒരു ആണാണ് ഇങ്ങനെ സ്വന്തം ഭാര്യ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ പിന്നെ അവിടെ കൊലപാതകം നടക്കും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് കോൾ ചെയ്തൊരു സ്ത്രീ തൻ്റെ അനുഭവം പറഞ്ഞത് അവരുടെ ഭർത്താവിനിങ്ങനെ ഈ മറ്റേ ലൈവായിട്ടുള്ള സെക്സ് ചാറ്റുകൾ കാണുക, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാശ് നൽകിയിട്ട് പണം കൊടുത്തിട്ടാണ് ഇത് ചെയ്യുക. ഇത് ഭാര്യ പിടിച്ചു മാത്രമല്ല പല സ്ത്രീകളുമായിട്ടും ഇയാൾക്ക് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഒടുവിൽ എന്ത് പറഞ്ഞാലും ഈ ഭർത്താവ് ഇത് മാറണില്ല. ഒടുവിൽ ഈ ഭാര്യ ചെയ്ത രീതി ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ആ സ്ത്രീ ചെയ്ത കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കാരണം അത് ഞാൻ അവരുടെ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ പലതവണ ഭർത്താവിനെ ഇവർ വാണിംഗ് ചെയ്തു, ഇനി ഇത് ചെയ്യരുത്, നമുക്ക് ഒരു കുട്ടിയുണ്ട്, നിങ്ങളൊരു ഭർത്താവല്ലേ ഇങ്ങനെ. അപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ സന്തോഷത്തിന് ഞാൻ ചെയ്യുന്നതാണ്,
ഇതെങ്ങനെ എനിക്ക് നിർത്താൻ പറ്റില്ല, ഒന്ന് നിർത്തുമ്പോൾ അയാൾ വേറെ ഒന്ന് തുടങ്ങും. ഇങ്ങനെ ഓരോരോ രീതിയിലേക്ക് ഇയാൾക്ക് ആരോടെങ്കിലുമൊക്കെ ഒരു റിലേഷൻഷിപ്പ് വേണം. ഈ സ്ത്രീ എന്ന് ഇതിന് പ്രതികാരമായിട്ട് ജീവൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും നിന്നില്ല. അവരും ഇതുപോലെ തുടങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും, ഫോണിൽ ഭർത്താവ് കാണിക്കുക തന്നെ വെക്കും. താനും ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഭർത്താവിന് പ്രശ്നമായി. കാരണം അതങ്ങനെയാണല്ലോ, അവനവൻ്റെ കീഴിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭർത്താവിന് കൊള്ളാൻ പറ്റണില്ല. ആ പ്രശ്നം പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ പരിപാടി നിർത്തിയാൽ ഞാനും നിർത്താമെന്ന് പറഞ്ഞു. അവനവൻ്റെ കുടുംബത്തിലുള്ള സന്തോഷം കളയുന്ന രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ പരമാവധി ഉപേക്ഷിക്കുക. ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, അതുകൊണ്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ നോക്കുക. പിന്നെ ഏതെങ്കിലും സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അവിഹിത കണക്ഷൻ കൊടുക്കാതിരിക്കുക. ആരോടെങ്കിലുമൊക്കെ ഒരു ഭർത്താവിനോ ഭാര്യക്കോ ആരുമാണെങ്കിലും സംസാരിക്കുമ്പോഴേക്കോ സുഹൃത്ത് ബന്ധങ്ങൾ വിളിക്കുമ്പോഴേക്കോ അതിന് വേറെ മീനിങ് കൊടുക്കരുത്. പക്ഷേ അതൊക്കെ ഒരു എന്താ പറയുക, ഈ നഗ്ന ഫോട്ടോസുകൾ അയച്ചു കൊടുത്തിട്ടും നഗ്ന വീഡിയോകൾ കാണും, അത് സുഹൃത്ത് ബന്ധങ്ങളല്ല. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇത്തരം സ്വഭാവമുള്ള ആണുങ്ങളെ കണ്ടെത്താനുള്ള ചില ഐഡിയകളുണ്ട്, സ്ത്രീകളെ കണ്ടെത്താനുള്ള ഐഡിയകളുണ്ട്. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം പിന്നെ നിങ്ങൾ ആ ഐഡിയ നോക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഉള്ള സന്തോഷങ്ങൾ പോകും. അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഒരു പെൺകുട്ടിയുടെ ഒരു മരണം വലിയ സങ്കടം തോന്നുന്നു പാലക്കാട് കല്ലടിക്കോടാണ്. അപ്പോൾ ഇവിടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു ഫാമിലിനെ കുറിച്ച് മറ്റോ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ, ഒരുപക്ഷെ മരണം അറിഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരിക്കാം, അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ പങ്കുവെക്കാം. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത്. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സൂറത്തുൽ മുൽക്ക് 30 ആയത്തുള്ളതാണ്. ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ബറാഅത്ത് രാവ് ഉണ്ടല്ലോ, ബറാഅത്ത് രാവും ബറാഅത്തിന്റെ നോമ്പും എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ അറിയാത്ത ആളുകൾക്ക് അറിയാൻ കൂടി ഉപകരിക്കും. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ബറാഅത്തിന്റെ രാവ് എന്നാണ് വരുന്നത്, ബറാഅത്തിന്റെ നോമ്പ് എന്നാണ് വരുന്നത്, ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.